ഹായ് ഗായ്സ്, രാവിലെ നീച്ചപ്പോൾ ഇസ്തിരി ഇടാൻ ഇസ്തിരി പെട്ടിയുണ്ട്, പക്ഷെ കറണ്ടില്ല. സോ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു സംഭവം അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു വന്ന് സെറ്റ് സാരി ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു ഫെസ്റ്റിവലാണ് ഓണം. ഈ ഒരു മഹാബലി രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിങ്ങമാസത്തിലാണ് ഓണമുള്ളത്. അപ്പം ഈ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ ടീച്ചേഴ്സാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിട്ടതിന് ശേഷമൊക്കെയാണ് ഞാൻ കോളേജിലെത്തുന്നത്. എന്താ കാരണം? ഇസ്തിരി ഇട്ടിട്ട് സെറ്റ് സാരി കൊടുത്ത് അവിടെ എത്തണ്ടേ. അപ്പം അവിടെ ചേച്ചിയും പിന്നെ കുറേ കുട്ടികളെല്ലാവരും ഈ പൂക്കളിടുന്ന ഒരു ടൈമിങ്ങിലായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് വെറുതെ ഒരു ഷോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓണം മഴ കൊണ്ടുപോയി ഗൈസ്. പിന്നെ നമ്മൾ മാവേലിയായിട്ട് നമ്മുടെ കോളേജിലുള്ള ഒരു ചെക്കൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവൻ വന്ന് അവൻ്റെ കുറച്ച് ബോഡി ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ സ്റ്റേജിൽ വെച്ചാണ്ട്. പിന്നെ നശ്വയാണ് ആങ്കറിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആണ് മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവം കാര്യങ്ങളൊന്നും നടന്നില്ല. ചില പരിപാടികളൊക്കെ കൊളായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം അന്ന് തന്നെ ആയിരുന്നു കുറേ ആൾക്കാർക്ക് ഓണപ്പരിപാടി കോളേജിലൊക്കെ. സോ നമ്മുടെ കോളേജിൽ ഓണപ്പരിപാടി മഴ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ ആ പടക്കമൊന്നും വേസ്റ്റ് ആയിട്ടില്ല. കണ്ടില്ല, മാവേലിയും കയറി നിൽക്കുന്നു, നമ്മളും കയറി നിൽക്കുന്നു. പിന്നെ ഏകദേശം ഉച്ചയായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വരിയായിരുന്നു. അങ്ങനെ വരി നിന്ന് അവസാനം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. സദ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൂട്ടം സാധനങ്ങളുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇടുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. അറ്റ് ലാസ്റ്റ് കിട്ടിയ ഒരു പായസം ഗൈസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫുഡ് കഴിച്ച് ലാസ്റ്റ് വരുന്ന ഈ പായസം, സത്യം പറയുകയാണെങ്കിൽ പായസം കുടിച്ച് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിരുന്നു ഇത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റ് ഒക്കെ അത് പറയേണ്ടി വരും അത്ര. അങ്ങനെ മഹാബലി രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ മാവേലി, അത് എന്താണ്, പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നത് പറഞ്ഞല്ലോ. പിന്നെ ഓണസദ്യ, വള്ളംകളി, പുലിക്കളി തുടങ്ങിയ പരമ്പരാഗത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിട്ടുള്ളതാണ് ഈ ഒരു ഓണം. പിന്നെ പറയേണ്ടി വരുന്നില്ല ഗൈസ്, നമ്മുടെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെയാണ് നടന്നത്. പിന്നെ ചെണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആ പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഡാൻസ്, ഇതൊക്കെ ഈ ഒരു മഴൻ്റെ ഇടയിൽ നടന്നു. പിന്നെ നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻട്രി വീഡിയോക്കും കാര്യങ്ങളൊക്കെ വേറെ ഓൾറെഡി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞു. പിന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കാറുകളും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ ഷോ. ഫുള്ള് മഴത്തായിരുന്നു, ഉള്ള ഫ്രണ്ട്സ് മൊത്തം. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഫോണൊക്കെ നനഞ്ഞ് പിന്നെ സീനാക്കണ്ടല്ലോ. അപ്പോൾ ഓണം ഗൈസ് ഇങ്ങനെ അങ്ങ് പോയി. ഹാപ്പി ഓണം. പിന്നെ ഈ വീഡിയോ ഞാൻ ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്താമെന്നാണ് വിചാരിച്ച്. പക്ഷേ ഇതെന്തായാലും വോയിസ് ഓവർ കൊടുത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അറ്റ് ലാസ്റ്റ് ഹാപ്പി ഓണം മൈ സബ്സ്ക്രൈബേഴ്സ് ഓൾ. അപ്പം ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരാം. ടാറ്റാ, ബൈ ബൈ.